ബ്രിട്ടീഷ് കാലത്ത് അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജാതി വിവേചനങ്ങൾ, ജാതീയതകൾ ഒക്കെ നിങ്ങൾക്ക് പലരും ചരിത്രം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ ഒട്ടേറെ സമ്പ്രദായങ്ങൾ, നാടുവാഴിത്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ. ആ കാലത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനെ തൊഴാൻ താല്പര്യമുള്ള എല്ലാവർക്കും കയറാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇടതുപക്ഷക്കാർ സമരം നടത്താൻ തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്താൻ തീരുമാനിച്ചു. AKGയും കൃഷ്ണപ്പള്ളിയൊക്കെ ഉണ്ടായിരുന്നു ആ സമരത്തിൽ. ധീരമായ സമരമായിരുന്നു. നാടുവാഴികളും സവർണ മേധാവികളും ആ സമരത്തെ ശക്തമായി അധിക്ഷേപിച്ചു. കിങ്കരന്മാരുപയോഗിച്ച് സമര വളണ്ടിയർമാരെ ആക്രമിച്ചു. ആ സമരപ്പന്തലിലുണ്ടായിരുന്ന കൃഷ്ണപിള്ള ഒരു ഘട്ടത്തിൽ അവിടെ അമ്പലനടയിലുണ്ടായിരുന്ന മണി അടിച്ചു. അവർ പ്രതീക്ഷിച്ചതല്ലത്. കൃഷ്ണപിള്ളയുടെ ധീരതയായിരുന്നു അത്. വലിയ മർദ്ദനമേറ്റു ഗുരുവായൂർ അമ്പലനടയിൽ. അത്തരം സമരങ്ങളാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിലേക്ക് ഭരണാധികാരികളെ നയിച്ചത്, അന്നത്തെ രാജഭരണത്തിനെ പ്രേരിപ്പിച്ചത്. ഇതുപോലെ നൂറ് അനുഭവങ്ങൾ കൃഷ്ണപിള്ളയെക്കുറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓർമ്മിക്കാനുണ്ടാവും. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളെയും ഇതര തൊഴിലാളികളെയുമൊക്കെ സംഘടിപ്പിക്കുന്നതിന് അങ്ങേയറ്റത്തെ പാടവം കാണിച്ച നേതാവായിരുന്നു കൃഷ്ണപിള്ള. സമകാലീന തൊഴിലാളി പ്രവർത്തകർക്ക്, സംഘടനാ പ്രവർത്തകർക്ക് കൃഷ്ണപിള്ളയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒളിവിൽ കഴിയുന്ന സമയത്ത് 1948 ആഗസ്റ്റ് 19 അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുമ്പോൾ സർപ്പദംശനമേറ്റ് വിഷം കയറി മരണത്തിലേക്ക് നീങ്ങുമ്പോഴും ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഡയറിയിൽ എഴുതി, എന്നെ പാമ്പ് കടിച്ചു, വിഷം കയറുന്നു, എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു, ഞാനിനി ജീവിച്ചിരിക്കുമെന്ന് കരുതുന്നില്ല, സഖാക്കളെ മുന്നോട്ട്. അതാണ് സഖാക്കളെ മുന്നോട്ട് എന്ന് പറയുന്ന ആ വാചകം, മുദ്രാവാക്യം എക്കാലവും അനശ്വരമായി മാറിയത്. മരണം കൺമുന്നിൽ വന്നപ്പോഴും സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശമാണ് സഖാവ് കൃഷ്ണപിള്ള ജനങ്ങൾക്ക് നൽകിയത്. ആ മഹാനായ ത്യാഗിവര്യനായ വിപ്ലവകാരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക.